الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സർവാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ലോകത്തൊരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല അവനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് ഏതൊരു വ്യക്തിക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത കാര്യമാണ്. ആരൊക്കെ ജീവനുള്ളതുണ്ടോ, ആരൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടോ, അവരെല്ലാം ഈ ലോകത്തോട് മൺമറഞ്ഞു പോകുന്നതാണ്. മരണമെന്ന് പറയുന്നത് അതിനെ രുചിക്കാത്ത ഒരു വ്യക്തിയും ഒരു വസ്തുവും ലോകത്ത് തന്നെ ഇല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണെന്ന് ഖുർആൻ അടിവരയിട്ട് കാലങ്ങളോളമായി കാലാന്തരങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസിലുണ്ടല്ലോ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, സർവ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കുന്നത് അധികരിപ്പിക്കണമെന്ന് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസിൽ നമുക്ക് കാണാം. അഥവാ നമ്മുടെ കാലത്ത് നമ്മളെ ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും ആ മരണത്തോടുകൂടെ ബാക്കിയാവുന്നതാണ്. ആകമാനം നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ ചെയ്തു വെച്ച അമലുകൾ മാത്രമാണ്. അല്ലാഹു തആല നമ്മെ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അവന് വേണ്ടി ഇബാദത്തിന് വേണ്ടിയിട്ടല്ലാതെ ഇവിടത്തേക്ക് അയച്ചിട്ടില്ല. അത്രത്തോളം അവന് വേണ്ടി ഇബാദത്തുകൾ ധന്യമാക്കിയവരുണ്ടോ അവർക്ക് മാത്രമാണ് മരണശേഷം അതിനുള്ള പ്രതിഫലം ലഭിക്കല്. അല്ലാഹു തആല ഖുർആനിലൂടെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ മരണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെയും നമ്മോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മരണത്തെ ഓർക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലാ യജൂസു തമന്നിൽ മൗത ലിളർരിൻ നസല ബിൽ മർഇ, ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങിയ പ്രയാസ കാരണം അവൻ മരണത്തെ കൊതിക്കാൻ പറ്റൂല എന്ന് ഫിഖ് അടിസ്ഥാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്. പിന്നെ ഏത് രൂപത്തിലാണ് മരണത്തെ ഓർക്കാൻ വേണ്ടി പറയുന്ന ഒരു രൂപം, ഒരു ദുആ മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇൻ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. അല്ലാഹുവേ, എൻ്റെ ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമല്ലാ. എൻ്റെ മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണമല്ലാ എന്ന് ദുആ ചെയ്യാനാണ് മഹാന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ സർവ്വ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. ഫിർഔനും ഹാമാനും അങ്ങനെ ലോകത്തോട് വെല്ലുവിളിച്ച എല്ലാവരും മരണത്തോടടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മരണപ്പെട്ടു പോയില്ലേ, വഫാത്തായില്ലേ. എന്തിനേറെ നമ്മൾ പറയണം. അതുകൊണ്ട് മരണം എന്നുള്ളത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ്. മരണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? പറയുന്നുണ്ടല്ലോ,
അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്ത് വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് ലോകത്ത് നൽകിയിട്ടുള്ള, ദുനിയാവിൽ നൽകിയിട്ടുള്ള മക്കളെയും സമ്പത്തും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് സീനത്തുൽ ഹയാത്താ. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ ദുനിയാവിൻ്റെ രസമാണ്, നിങ്ങൾക്ക് ദുനിയാവിൽ നൽകിയിട്ടുള്ള നല്ല കാര്യമാണ്. പക്ഷേ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നാളെ ഖബറിൽ കിടക്കുമ്പോ ആഖിറത്തിലേക്ക് വരുന്ന സമയത്ത് ആകെ ബാക്കിയുള്ളത് സ്വാലിഹായ അമല് മാത്രമാണ്. അതുകൊണ്ട് ജീവിതകാലത്ത് തന്നെ നാളേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. മഹാന്മാരും മറ്റു മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. നാവിനെ സൂക്ഷിക്കണം, മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കണം, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വരെ അവിടുന്ന് ആളെ കൂലിക്ക് നിർത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, മരണത്തെക്കുറിച്ച് ഉമറേ മരണമുണ്ട്, ചിരിക്കണ്ട, മരണമുണ്ടെന്ന് പറഞ്ഞ് മരണത്തെ ഓർത്തു കൊടുക്കാൻ അവിടുന്ന് സ്വന്തം ചെലവിൽ അവിടുന്ന് കാശ് കൊടുത്ത് ആളെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മുന്നറിയിപ്പുമായിട്ട് വരുന്നില്ല. അതുപോലെയായിരുന്നു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മഹദി അവറുകളെ ആറ്റലർ കാരത്തിനാലെ കബറകം കോശീത്തേ ആണതിൽ ഇറങ്ങിന മാസാടിടും ഫേരോത്തേ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി അവിടുന്ന് ഖബറിൽ ഇറങ്ങിക്കൊണ്ട് സ്വന്തം കൈകൊണ്ട് തൻ്റെ വീടിൻ്റെ മുന്നിൽ കൊയ്ച്ച ഖബറിലിരുന്നു കൊണ്ട് ധാരാളം ഖത്മുകളും നിസ്കാരങ്ങളും വീട്ടി ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരുന്നു. അവരൊക്കെ അങ്ങനെയായിരുന്നു. ജീവിതകാലത്ത് തന്നെ നാളേക്കുള്ളതിനെ ഓർത്തുവെച്ചു. അതുകൊണ്ട് അല്ലാഹു തആല വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നഫ്സിനെയും, ഒരടിമയെയും, ഒരു ഉടമയെയും, ഒരു പണക്കാരനെയും, ഒരു പാവപ്പെട്ടവനെയും യാതൊരു ജാതി മത ഭേദവന്യ വ്യത്യാസമില്ലാതെ അല്ലാഹു തആല അജലെത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു തആല പിന്നോട്ട് ഒരടി അടുപ്പിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതകാലത്ത് തന്നെ നല്ല അമലുകളുമായി തഖ്വയിലായി അല്ലാഹുവിലേക്ക് നമ്മൾ അമലുകളെ കൊണ്ട് ധന്യമാക്കണം. ജീവിതകാലത്ത് തന്നെ നാളേക്കുള്ള ഒരു വലിയ കരുതലായിട്ട് മാറ്റിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.